ഡാ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഓ, ഉറക്കത്തിന് ഉണർത്തിപ്പോയോ? ശരി, നിങ്ങളുടെ വീട്ടിൽ സ്വർണ്ണോ കാശോ വല്ലതും ഉണ്ടോ? അതൊക്കെ നിനക്കെന്തിനാ? നീ എന്തിനാ വീട്ടിലേക്ക് കയറി വന്നേ? വീടിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് വാച്ച്മാൻ ഉള്ളത്. എന്നിട്ട് നീ തന്നെ വലിയൊരു കള്ളനാണല്ലോ. അതൊക്കെ ഇരിക്കട്ടെ, ഞാൻ വാച്ച്മാൻ ആണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുകയോ? എന്തോന്ന്? ഈ സിറ്റിയിലുള്ള എല്ലാ അപ്പാർട്ട്മെന്റിലും ഇതേ പ്രശ്നം തന്നെയാണ്. ആരും ശ്രദ്ധിക്കാറ് പോലുമില്ല. അടുത്ത് ആരുണ്ട് എന്താണെന്ന് യാതൊരു ചിന്തയില്ല. എവിടുന്നാണ് വന്നതെന്ന് പോലും പോയി ചോദിക്കില്ല. ഞാൻ ഇവിടെ വന്ന് ഒരാഴ്ചയായി. ഞാൻ ഈ ഫ്ലാറ്റിന്റെ ശരിക്കുള്ള വാച്ച്മാൻ ആണോ എന്ന് ഒരാൾ പോലും എൻക്വയറി ചെയ്തിട്ടില്ല. നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്നെപ്പോലെയുള്ള കള്ളന്മാരുടെ ജോലി എളുപ്പമാകുന്നത്. ശരി, അത് വിട്. ആ കഥയൊക്കെ ഇപ്പം എന്തിനാ? നിന്റെ അടുത്ത് സ്വർണ്ണോ കാശോ വല്ലതും ഉണ്ടെങ്കിലേ മര്യാദയ്ക്ക് എടുത്തോണ്ട് വാ. എന്റെ വീട്ടിലൊന്നുമില്ല. ഞാൻ കയ്യിലൊന്നും എടുത്തു വെക്കാറില്ല. സ്വർണ്ണൊക്കെ ബാങ്ക് ലോക്കറിലാണുള്ളത്. അത് ശരി, നിന്റെ കഴുത്തിലെ ചെയിൻ അഴിച്ചെന്നൂടെ? അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണോ? എന്തു പറയുന്നു? അയ്യോ, ഇതൊന്നും വേണ്ട. പെട്ടെന്ന്. ഇത് എത്ര നേരാ? ചെയിൻ ഓക്കെയാണ്. നിന്റെ ആ കമ്മലാരാ തരിക? എന്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ തന്നില്ലേ? ഇനി ഇവിടുന്ന് പൊയ്ക്കൂടെ? ഓ, ഞാൻ പോണോ? ഞാൻ എങ്ങനെ ഇപ്പൊ പോവുക? ശരിക്കും കാണാൻ കൊള്ളാന്ന് നിന്നെ ഞാൻ എങ്ങനെയാ വിട്ടേച്ച് പോവുക? നിന്നെ ചെടി, ഈ സമയത്ത് നിന്റെ വീട്ടിലേക്ക് ആരാ വന്നിരിക്കുന്നേ? ശരി, ചെന്ന് നോക്ക്. ഞാൻ ഇവിടെയുള്ള കാര്യം പുറത്തുപോയി പറഞ്ഞാലേ അടിച്ച് കൊന്നു കളഞ്ഞേക്കും. കൃത്യസമയത്ത് ഏട്ടൻ വന്ന് എന്നെ രക്ഷിച്ചത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയില്ല. എന്താ പ്രശ്നം? നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് പുതിയൊരു വാച്ച്മാൻ വന്നില്ലായിരുന്നോ? അവൻ ശരിക്കും ഒരു വാച്ച്മാൻ അല്ല, കള്ളനായിരുന്നു. കള്ളനോ? ഇപ്പൊ ഞാൻ താഴെ നിങ്ങോട്ട് കയറി വരുമ്പോ അവൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നില്ല. അവൻ മേലോട്ട് കയറി വന്നോ? എവിടെ അവൻ? എവിടാന്ന് പറയേ. അവനകത്തുണ്ട്. എവിടെ? അവൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഓടി രക്ഷപ്പെട്ടെന്നോ? ഇത്രയും ദിവസം അവൻ നമ്മളെ നിരീക്ഷിക്കായിരുന്നു ഏട്ടാ. ഏട്ടൻ ഓഫീസിലേക്ക് പോയതിനു ശേഷം കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി ഞാനൊന്ന് കിടന്നതാ. ആ സമയം നോക്കി അവൻ വീട്ടിലേക്ക് കയറി വന്ന് എന്റെ ചെയിനും എന്റെ കമ്മലൊക്കെ അവൻ ഭീഷണിപ്പെടുത്ത് വാങ്ങിച്ചോണ്ട് പോയി. അത് വാങ്ങിച്ചതിന് ശേഷം എന്നോട് മോശമായി പെരുമാറാനും തുടങ്ങി. അവൻ എന്നെന്തെങ്കിലും ചെയ്യുന്നുള്ള പേടിയുണ്ടായിരുന്നു എനിക്ക്. അപ്പോഴാ കൃത്യസമയത്ത് ഏട്ടൻ കോളിംഗ് ബെൽ അടിച്ച്. അത് കേട്ടിട്ട് അവൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. അത് ശരി, എന്റെ വീട്ടിൽ കയറാനുള്ള ധൈര്യം ഉണ്ട് അവനെ. മറന്നുപോയ ഫയൽ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ ഇപ്പൊ എന്ത് സംഭവിച്ചേ? ഒന്നിരിക്കെ, എനിക്കെന്തോ വല്ലായ്മ പോലെ. ശരി, നീ നെണ്ണീറ്റേ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി അവന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് വരാം. വാ. അതൊക്കെ പിന്നെ ആദ്യം അപ്പാർട്ട്മെന്റിൽ ഒരു CCTV ക്യാമറ വെക്കാൻ നോക്ക്. അതില്ലാത്തോണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ശരി, CCTV ക്യാമറ ഒക്കെ ഞാൻ ഫിക്സ് ചെയ്യാം. നമുക്ക് ആദ്യം കംപ്ലൈന്റ് ചെയ്യാൻ പോവാം. വാ.